നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ പലതും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുവാൻ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ MDMA, ലഹരി, ആൽക്കഹോൾ തുടങ്ങിയിരിക്കുന്ന വൻകിട വിപത്തുമായിട്ടുള്ളൊരു തലമുറയെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വീടുകളിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും കുടുംബാരോഗ്യവുമില്ല, സ്വന്തം ആരോഗ്യവുമില്ല. അത് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ പറഞ്ഞപ്പോൾ നിങ്ങളത് കേൾക്കുന്നുണ്ട്. പീലീല രാവിലെ നിങ്ങൾ കേട്ട് കാണും. വളരെ ഭംഗിയായിട്ട് പീലീല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് അവരുടെ സംഗീതത്തിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിങ്ങനെയാണ്: കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. രാവിലെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ ആരോഗ്യ സംബന്ധമായ ഈ പാട്ട്. എല്ലാവരുടെയും സമ്പൂർണമായ ആരോഗ്യത്തിന് വേണ്ടി പൂന്താനം എഴുതി വെച്ചിരിക്കുന്ന ഈ നല്ല വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇങ്ങനെ പോകുമ്പോൾ നമ്മളെല്ലാം രാവിലെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നത്, ഇത് കുറേ പദങ്ങൾ, നാമജപങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പൂന്താനം എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാരായണ ഹരേ. നാരായണൻ എന്നുള്ളൊരു പദമുണ്ടല്ലോ. ഹരേ എന്ന് പറയുന്നത് നിരവധി 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 അർത്ഥതലങ്ങൾ ഈ ഹരേ എന്നുള്ള പദത്തിനുണ്ട്. ഭജിക്കുക എന്നർത്ഥമുണ്ട്. അങ്ങനെ തുടങ്ങി സംസ്കൃതത്തിൽ പല അർത്ഥങ്ങളും ഹരേ എന്നുള്ള പദത്തിനുണ്ട്. വിശാലമായ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹരേ എന്ന് പറയുമ്പോൾ വിജയിക്കട്ടെ എന്നുള്ള ഒരു അർത്ഥത്തെ നമുക്ക് സ്വീകരിക്കാം. നാരായണ ഹരേ. നാരായണം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പദമാണ്. ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന സനാതനമായ മൂല്യത്തിൻ്റെ ഏറ്റവും വലിയ പദമാണ് നാരായണം എന്നുള്ള പദം. 4 വേദം സങ്കോചിച്ചതാണ് തിരുനാമമന്ത്രം. 4 അക്ഷരം ചേർന്നാൽ പിന്നെ പറയാനുണ്ടോ? 4 വേദത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് നാരായണമാണ്. നാരായണൻ എന്നുള്ള പദമാണ്. അത് നരൻ നാരായണനായി തീരുകയാണ്. നരൻ സാംസ്കാരികപരമായിട്ട് ഉയർന്നു വരികയാണ്. അങ്ങനെ നാരായണം എന്നുള്ള പദത്തിലേക്ക് അർത്ഥം വരുമ്പോൾ വിശാലമായി പറഞ്ഞാൽ സമത്വം എന്നാണ്. ഇക്വാലിറ്റി, സമത്വം ജയിക്കട്ടെ എന്ന് പറയാം. നാരായണ ഹരേ. രാവിലെ കരഞ്ഞുകൊണ്ട് പറയാണ് പൂന്താനം, സമത്വം ജയിക്കട്ടെ, നമ്മളെല്ലാവരും ഒന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് പറയാണ്. ഇക്വാലിറ്റി ജയിക്കട്ടെ. നമ്മളിലെല്ലാം ഞാൻ എല്ലാവരിലും ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടും നമ്മൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാ സകല ചരാചരങ്ങളിലും അതുണ്ട്. എല്ലാത്തിലും ഞാനുണ്ട്. നീ നോക്കൂ, എല്ലാത്തിലും തൂണുപടർന്നു ഞാൻ വരും, നീ ഒന്ന് തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞില്ലേ? നരസിംഹമായി വന്നു, ഞാൻ അവിടെ വരും, ഞാൻ എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞ നാരായണന്റെ ആ പ്രഖ്യാപനം നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളിൽ എല്ലാവരും ഉണ്ട്. എല്ലാ മനുഷ്യരിലും, എല്ലാ മൃഗങ്ങളിലും, എല്ലാ സകല ചരാചരങ്ങളിലും ഞാനെന്നുണ്ടെന്ന് പറയുകയാണ്. ആ നാരായണത്തെയാണ് ഭജിക്കുന്നത് പൂന്താനം. നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ പറയുമ്പോൾ നിന്നിലും എന്നിലും സകല ചരാചരങ്ങളിലും ഞാനുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അവിടെ വലിപ്പ ചെറുപ്പമില്ല. രാജാവിനൊരു നാരായണൻ, ഭൃത്യനൊരു നാരായണൻ, പാറപ്പണിയെടുക്കുന്നവർ നാരായണൻ, തെങ്ങുമിൽ കയറുന്നവർ നാരായണൻ, അങ്ങനെയില്ല. എല്ലാ ജീവജാലങ്ങളിലും ഞാനുണ്ട്. തത്വമസി, അത് ഞാനാകുന്നു, നീ തന്നെയാകുന്നു ഞാൻ എന്ന് പറയാണ്. അങ്ങ് ശബരിമലയിൽ പോയാൽ 18ാം പടി കയറുമ്പോൾ നിങ്ങൾ പറയുന്ന ആദ്യത്തെ പദം തത്വമസി എന്നാണ്. അതൊരു ആരോഗ്യമുള്ള ഭാഷണമാണ്. ആരോഗ്യമാണ് സർവധനാൽ പ്രധാനം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. തത്വമസി, ഞാൻ തന്നെയാകുന്നു നീ തന്നെയാകുന്നു ഞാൻ. ഞങ്ങളറിയുന്നു മറ്റൊരാളല്ല നീ, ഞങ്ങളിൽ നിന്നൊരാൾ ഞങ്ങൾ തന്നെ, ഞാൻ തന്നെയാകുന്നു നീ എന്ന് പറയാണ്. സകല ചരാചരങ്ങളിലും
ഞാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഞാനുണ്ടെന്ന് പറയുന്ന ആ ഭാവത്തെ തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർവ്വമതങ്ങളുടെ പ്രാർത്ഥന, സർവ്വമതങ്ങളും കൂടിച്ചേർന്നിട്ടുള്ള ഏറ്റവും നല്ല മലയാള ഭാഷയിൽ പറഞ്ഞ പൂന്താനത്തെ നമ്മളെവിടെയോ വഴിക്കെവിടെയോ വെച്ചോ മറന്നുപോയിട്ടുണ്ട്. ഉപനിഷത്തും വേദവും പുരാണങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഷണമാണ് യഥാർത്ഥത്തിൽ പൂന്താനം നമ്മളോട്. അതിലപ്പുറം ഒരു മലയാള ഭാഷയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഭാഷയോട് നമുക്ക് താതാൽപ്യമുണ്ടോ? ഭാഷ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നു ഇംഗ്ലീഷ് മാത്രമാണ് ശരി, അറബി മാത്രമാണ് ശരി, ജർമ്മൻ മാത്രമാണ് ശരി എന്നൊന്നും നിങ്ങൾ ധരിക്കരുത്. എല്ലാ ഭാഷയും ശരിയാണ്. എല്ലാ ഭാഷയ്ക്കും വലിയ വലിയ സംഭാവന നമ്മുടെ രക്തത്തിനോടുണ്ട്, നമ്മുടെ ശരീരത്തിനോട്, നമ്മുടെ ആരോഗ്യത്തിനോടുണ്ട്. എല്ലാ ഭാഷയും ശരിയാണ്. പക്ഷെ മുലപ്പാലിന്റെ ഭാഷ പോലും നമ്മൾ മറക്കുന്നു. നീ എൻ്റെ ഞാറ്റുവേലയെ പോലും കൊണ്ടുപോയില്ലേ കാറ്റേ. അങ്ങനെ ഇവിടെയുള്ള സകലത്തിനെ നീ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഈ സംസ്കാരത്തെ, ഈ സത്യസന്ധതയെ, ഈ സാംസ്കാരിക മൂല്യങ്ങളെ നിങ്ങൾ ദിനംപ്രതി നമ്മുടെ കുടുംബത്തിൽ നിന്നും, വീടിൽ നിന്നും, ഈ പ്രപഞ്ചത്തിൽ നിന്നും, ഈ നാട്ടിൽ നിന്നും നിങ്ങൾ അടിച്ചോടിക്കുന്നു. എല്ലാത്തിലും, വേഷത്തിൽ, ഭാവത്തിൽ, നമ്മുടെ ഭാഷയിൽ. നിങ്ങൾ അച്ഛനെ നിങ്ങൾ പുറത്തു കളയുന്നു, നിങ്ങൾ അമ്മയെ. അതിലൊക്കെ നിങ്ങളുടെ ചിന്താഗതികളുണ്ട്. അതുകൊണ്ട് മലയാള ഭാഷ നമ്മുടെ അമ്മയുടെ ഭാഷയുമാണ്, ഈ മണ്ണിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് മലയാളം മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ ധരിക്കരുത്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള സംഭാവന ഓരോ സംസ്കാരത്തിനുമുണ്ട്. പക്ഷെ നിങ്ങളുടെ അമ്മയെ ഭാഷയെ നിങ്ങൾ തിരസ്കരിക്കുമ്പോൾ നിങ്ങളുടെ DNA ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തെ നിങ്ങൾ ഇല്ലാതായി കളയുന്നുണ്ട്. സദ്യമേളിച്ച നാളിലൻ നാട്ടിൽ തത്വ പോലുമേ പാടി വേദാന്തം, നീളെ നീളെ കലോത്സവമേളം കേളി കേട്ടിരുന്നെൻ മലയാളം. എൻ്റെ മലയാളത്തെ നിങ്ങൾ അങ്ങനെ വല്ലാതെ തകർത്ത് കളയുന്നുണ്ട്. കാലം പോയി മറഞ്ഞു, അങ്ങനെയാണ്. സൽ കവിതൻ കേളി വിലാസാരവം കോലും മേള കഴിഞ്ഞു, പൂർവചരിതം പോലും മറന്നു ജനം. കോലം മാറിയ കോലകം മതിരതൻ വ്യാപാര സങ്കേതമായി, പാലും പാൽക്കറവും കഴിഞ്ഞു അറവിനായി പോയി കലാധേനുകം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നമ്മുടെ ഭാഷയെ, മലയാള ഭാഷയെ ഈക്കിളിപ്പെടുത്തിയ, നമ്മുടെ ഭാഷയെ സമ്പൂർണമാക്കിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോവിലകം ബാറായി മാറിയപ്പോൾ സങ്കടം കൊണ്ട് എഴുതിപ്പോയതാണ്. കാലം പോയി മറഞ്ഞു സൽ കവിതൻ കേളി വിലാസാരവം കോലും മേള കഴിഞ്ഞു, പൂർവചരിതം പോലും മറന്നു ജനം. കോലം മാറിയ കോലകം മതിരതൻ വ്യാപാര സങ്കേതമായി, പാലും പാൽക്കറവും കഴിഞ്ഞു അറവിനായി പോയി കലാധേനുകം. കലയാകുന്ന പശുവെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ സാഹിത്യത്തെ അങ്ങനെ പല രൂപത്തിൽ കൊണ്ടു നടക്കുന്നു. ഏതാണ് സാഹിത്യം, നല്ല സാഹിത്യം, ഏതാണ് നല്ല കവിതകൾ, ഏതാണ് നല്ല പാട്ട്, ഏതാണ് നല്ല സംസ്കാരം എന്ന് പറയാൻ കഴിയാത്തത്ര വിധത്തിൽ പുതിയൊരു ലോകത്തിലോട്ട് നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശരിയോ തെറ്റോ എന്ന കാലമാണ് നമ്മളോട് സംസാരിക്കേണ്ടത്. നമുക്ക് പറയാൻ കഴിയില്ല. കാലത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ വിധി എഴുത്ത് വരിക. നല്ലതിലേക്ക് മനുഷ്യൻ പോകുന്ന ഒരു ലോകമാണ് നമ്മുടെ മുമ്പിൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ടത്. ഏതൊരു ചരിത്രഗതിക്കും അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയൊന്ന് കാണാൻ കഴിയാത്തൊരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ, നിങ്ങൾ ഈ പറഞ്ഞ ശരീരമാദ്യം നമ്മുടെ ശരീരത്തെ, നമ്മുടെ ശാരീരത്തെ അത് വല്ലാണ്ട് തകർന്നു പോകുന്നുണ്ട്. ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും ഒന്നിച്ചു കത്തിക്കുന്നു ഈ പുണ്യഭൂമിയിൽ നിന്നും. അങ്ങനെ പോകുന്നുണ്ട് അറിയാതെ. മനുഷ്യ, നീ ഇന്നോളം നേടിയ സംസ്കാരങ്ങൾ മരിക്കാറായി നീയും കാട്ടുജീവിയായി. അങ്ങനെ 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 നമ്മുടെ ജീവിതത്തെ, നമ്മുടെ തത്വസംഹിതകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മനസ്സാക്ഷിയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ആരോഗ്യത്തെ അതിങ്ങനെ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നുണ്ട്. നമ്മുടെ സംസ്കാരം പോകുമ്പോൾ നമ്മുടെ ജീവിത ധന്യതകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ആഹാരക്രമങ്ങളിൽ നമുക്ക് മാറ്റം വരുന്നു. ആഹാരം ഏത് നല്ലതാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്തത്. സമ്പൂർണമായ സമീകൃത ആഹാരം വേണമെന്ന് പറയുന്ന ചിന്താഗതികളെ മാറ്റുന്നു. നമ്മൾ കച്ചവടത്തിൻ്റെ ഒരു ലോകത്തിൽ, കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യതകളിൽ എവിടെയൊക്കെയോ ഭംഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ധർമ്മമാണ് നഷ്ടപ്പെടുന്നത്. എന്താണ് ധർമ്മമെന്ന് നിർവചിക്കാൻ കഴിയാത്ത വിധം മനുഷ്യൻ ഇങ്ങനെ ഇരുട്ടിൽ തപ്പിയാണ്. എവിടെയാണ് പോകേണ്ടത്?
എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നറിയാത്ത വിധം നമ്മൾ തകർന്നു പോകുന്നുണ്ട്. ആ തകർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വീടുകളിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്തും എവിടെയും ഈ ധർമ്മത്തിൻ്റെ ച്യുതികൾ നമ്മൾക്കിങ്ങനെ തകർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ, പോസിറ്റീവ് ആരോഗ്യത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അത് സമാധാനത്തിലൂടെ, നല്ല പ്രക്രിയകളിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് പല നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞു, യോഗ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരുന്നില്ലേ, നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കാൻ മാത്രം പഠിക്കുന്ന ഒരു തലമുറയായി നമ്മൾ പലപ്പോഴും വളർന്നു വന്നിട്ടില്ലേ? മരുന്ന് കഴിക്കേണ്ട എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ലല്ലോ. മരുന്നുകൾ കൊണ്ട് മാത്രം ജീവിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ, സമ്പുഷ്ടമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയെ, നമ്മുടെ ചർച്ചകളെ, ചിന്തകളെ നിങ്ങൾ എവിടെയൊക്കെയോ അടിമപ്പെടുത്തുന്നില്ലേ? ആ അടിമപ്പെടുത്താതിരിക്കുവാൻ നല്ല മനുഷ്യനായി മാറുക എന്നതല്ലാതെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. നമുക്കതിന് കഴിയുന്നുണ്ടോ? നല്ല മനുഷ്യരായി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും വീടുകളിലുമുണ്ടോ? ഞാൻ എറണാകുളത്ത് ഒരു വലിയ ഭഗവത്ഗീത പ്രഭാഷണത്തിന് പോയി. എറണാകുളത്തെ ഭഗവത്ഗീത പ്രഭാഷണത്തിന് എനിക്ക് തോന്നുന്നത് 6000 കുടുംബങ്ങൾ അവിടെയുണ്ട്, പല പല കെട്ടിടങ്ങളിലായിട്ട്. വാർദ്ധക്യം ബാധിച്ച മനുഷ്യരെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. കുടുംബത്തെ, അച്ഛനും അമ്മയും. കുട്ടികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവൻ കാനഡയിലാണെന്ന് പറയും, ഒരുത്തൻ ഓസ്ട്രേലിയയിലാണെന്ന് പറയും. നിങ്ങൾക്ക് ആരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ആരുമില്ല എന്നും ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ച് അവരുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഒരു പാംപ്ലെറ്റ് ഞാൻ കണ്ടു. ആ പാംപ്ലെറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ അച്ഛനെ അമ്മയെ നോക്കാൻ 5 കൊല്ലം നോക്കാൻ 5 ലക്ഷം റുപ്യ, 10 കൊല്ലം നോക്കാൻ 15 ലക്ഷം റുപ്യ. ഭാഗ്യത്തിന് ഞാൻ എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ മറ്റൊന്ന് കരുതി. എൻ്റെ മനസ്സ് വേറൊരു രൂപത്തിൽ അവിടെ അവതരിച്ചു. അത് മാത്രം ഞാൻ അവിടെ കണ്ടില്ല ഭാഗ്യത്തിന്. ഇങ്ങനെ 10-25 കൊല്ലം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരൂടെയും കഴിഞ്ഞിട്ട് ആ ഭസ്മം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പണം ഒരു ഭാഗ്യത്തിന് അവിടെ എഴുതിയിട്ടില്ല. ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ നാളെ എത്താൻ പോകുന്ന ഈ ഇരിക്കുന്ന ഒരാൾക്ക് പോലും തൻ്റെ കുടുംബത്തിൽ മരണം വരെ തൻ്റെ കുടുംബത്തിൽ തന്നെ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന 100 കണക്കിൽ മനുഷ്യരെ ഞാൻ നിത്യജീവിതത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട്. അത് ആരുടെയും കുറ്റമല്ല, നമ്മൾ എത്തിച്ചേർന്നൊരവസ്ഥയാണ്. ആ സമാധാനമില്ലായ്മ നമുക്കിങ്ങനെ വല്ലാതെ നമ്മളെ പിടിപെടുന്നുണ്ട്. ആ പിടിപെടുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നിത്യജീവിതം നമ്മളിങ്ങനെ വല്ലാണ്ട് ശോഷിക്കുന്നുണ്ട്. ആ ശോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും മനുഷ്യൻ മൃഗമായി വല്ലാണ്ട് മാറിപ്പോകുന്നുണ്ട്. മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. മനുഷ്യൻ അവൻ്റെ സാംസ്കാരികപരമായ മൂല്യങ്ങൾ കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കും. ചിലവർക്ക് മാന്തുന്ന സ്വഭാവം ഉണ്ടാവും, ചിലർക്ക് കടിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അങ്ങനെ പലതും രൂപത്തിലുണ്ടാവും. പക്ഷെ സംസ്കാരം എന്ന് പറയുന്ന, ആരോഗ്യമുള്ള ചിന്തകൾ എന്ന് പറയുന്ന ഒരവസ്ഥയെ കൊണ്ട് നമ്മുടെ പാശം ആ കയറ് കൊണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരു ലോകത്തിലോട്ട് അകപ്പെട്ടു പോകുന്ന ഒരു സാധ്യത നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ശരീരത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ നല്ല ജീവിതത്തെ സൂക്ഷിക്കാനുള്ള പ്രാഥമികപരമായ നമ്മുടെ അത് ഗുളിക കൊണ്ട് മാത്രമല്ല, ചിന്തകൾ കൊണ്ട്, സമാധാനം കൊണ്ട്, നല്ല ആരോഗ്യ വ്യവസ്ഥിതി കൊണ്ട്, നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട്, നല്ലപോലെ നമ്മുടെ ശരീരത്തെ വ്യായാമത്തിലൂടെ സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഭക്തിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് രാവിലെ പ്രദക്ഷിണം ചെയ്ത് ഓടി തിരിച്ചു വരുമ്പോഴും അവിടെ ഒരു വ്യായാമ പ്രക്രിയ നടക്കുന്നില്ലേ? ഗന്ധകം കൊണ്ട് കുറച്ച് തീർത്ഥജലം കുടിക്കുമ്പോൾ ഗന്ധകം സർവ്വരോഗ സംഹാരകം എന്ന് പറയുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ആ തീർത്ഥജലത്തിൽ ഒരു മെഡിസിനൽ അറ്റംപ്റ്റ് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ ചിന്തകളിലൂടെയൊക്കെ നമുക്കൊരു കാലത്ത് പോകാൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ അതിൻ്റെ മേഖലകളിലോട്ട് നമ്മൾ ആരും നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയില്ല. അത് പൂന്താനം ഭംഗിയായി പറഞ്ഞു വെച്ചിരിക്കുന്നു. പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരവുമേതെന്നറിയില്ല. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനൊരു എത്രയോ ലക്ഷങ്ങളെ ആയിട്ടുണ്ടാവുമല്ലോ ചികിത്സിക്കുന്ന. ഏത് മനുഷ്യൻ ഇന്ന സമയത്ത് മരിക്കുമെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാം, വീട്ടിൽ പോകുമ്പോൾ പാമ്പ് കടിയേറ്റ് മരിക്കാം. അത് ഒരു ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന്
എൻ്റെ വീട്ടിലോട്ട് കോഴിക്കോടേക്ക് പോകുന്ന വഴിയിൽ ഒരു രാത്രി ഒരു 11 മണിക്ക് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഞാൻ എൻ്റെ സഹോദരനായിട്ടുള്ള ഇന്ന ആളെ പാമ്പ് കടിച്ച് ഹൃദയസ്തംഭനം വന്നു എന്ന് സംശയമുണ്ട്, നെഞ്ചുവേദനയുണ്ട്, ഡോക്ടർ ഒന്ന് ആശുപത്രിയിലേക്ക് വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞു, സാറല്ല തൊട്ടടുത്തുള്ള ആശുപത്രിക്ക് ഡോക്ടർക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഡോക്ടർക്ക് ഫോൺ കൊടുത്തു. ഡോക്ടറോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ECG എടുത്ത് നോക്കിയിരിക്കുന്നു, ചെറിയ വേരിയേഷൻ ഉണ്ട്, ഉടനെ മെഡിക്കൽ കോളേജിൽ പോകണം. പ്രാഥമിക ചികിത്സ കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. പ്രാഥമിക ചികിത്സ കൊടുത്തു, ആംബുലൻസ് വിളിച്ചു, അവർ യാത്രയായി. അങ്ങനെ കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രയിൽ ഇദ്ദേഹത്തിൻ്റെ അനുജന് എന്നെ വിളിച്ച ഈ കക്ഷിക്ക് വല്ലാതെ മൂത്രമൊഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അയാളും സ്വല്പം ഡയബറ്റിക്കാണ്, മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ആംബുലൻസ് നിർത്തണമെന്ന് പറഞ്ഞു. ആംബുലൻസ് ഡ്രൈവർ ഒരു സ്ഥലത്ത് നിർത്തി അയാൾ കയറുമ്പം അയാൾക്ക് എന്തോ കടിച്ചതുപോലെ തോന്നി. എന്നെ അയാൾ വീണ്ടും വിളിച്ചു, സാർ ഇങ്ങനെ എൻ്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ട്, രക്തം പോകുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ട് സാർ, എനിക്കൊരു എന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിൽ കാണിക്കൂ. അങ്ങനെ തൊട്ടടുത്ത ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ വീണ്ടും ആംബുലൻസിൽ ഹൃദയ സ്തംഭനം മൂലം കിടക്കുന്ന തൻ്റെ സഹോദരനുണ്ട്, അയാളെ കാണിച്ചു. ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തോ വിഷമുള്ള പാമ്പാണ് അദ്ദേഹത്തെ കടിച്ചത്. അപ്പോൾ ഡോക്ടർ വിളിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയില്ല, ഒന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകും, അവിടെ ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അദ്ദേഹം എത്തിയപ്പം ഉണ്ടായ കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഏട്ടൻ രക്ഷപ്പെട്ടു, ഈ പാമ്പ് കടിയേറ്റ അനുജൻ മരണപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ മെഡിക്കൽ കോളേജിൽ പോയി. സത്യം പറഞ്ഞാൽ ഏട്ടൻ അപ്പോഴും അറിയില്ല, ICUവിൽ കിടക്കുന്ന ഏട്ടൻ അനുജൻ ഇങ്ങനെ മരണപ്പെട്ടു എന്നറിയില്ല. ആ ദുഃഖം ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചു. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. പ്രായമേറി വരുമ്പോഴേക്കും നിങ്ങൾക്കിങ്ങനെ നിരവധി അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉണ്ടാവും. ആരോഗ്യപ്രദമായ ഒരു ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതിലൊക്കെ ഒരു സത്യമുണ്ട്, ഇതൊന്നും നമ്മുടെ കൈകളിലല്ല, മറ്റാരുടെയൊക്കെയാണ്. അത് ആരൊക്കെയോ എന്ത് നിർവചനം കൊടുത്താലും നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുക്കാനേ സാധിക്കുള്ളൂ, ഒരു സ്റ്റേ കൊടുക്കുന്നത് പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ. അൾട്ടിമേറ്റ് എവിടുന്നോ വരേണ്ട ഒരു ഉത്തരവിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അങ്ങനെ ക്ഷണികമായ ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്ന് ചോദിച്ച് വിലപിക്കുന്ന പൂന്താനത്തിന്റെ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ വലിയ ആരോഗ്യത്തിന് നിദാനമാകുന്നത്. എന്ന് വെച്ച് നിസ്സംഗനായിരിക്കുകയല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ നോക്കിക്കാണാനുള്ള ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സമ്പൂർണ്ണമായ ആരോഗ്യത്തിന്, നല്ല മനസ്സമാധാനത്തിന് നിങ്ങളുടെ ഉണ്ടാകുന്നത്. നമുക്കൊക്കെ ഒരു ദിവസമുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിലോട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? അതാണ് യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ ഭരണിയിൽ നിങ്ങളെല്ലാം പലരും പോയിട്ടുണ്ടാവും. ഭരണിപ്പാട്ട് പാടുന്ന കോമരങ്ങളെ മാത്രമേ നിങ്ങൾക്ക് പരിചയമുണ്ടാവുള്ളൂ. പക്ഷേ അവർ പറയുന്ന 2 വരികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അത് മറ്റൊന്നുമല്ല, അവർ പാടുന്ന 2 വരികൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളതൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കണം. താനാരോ തെന്നാരോ തകതാനാരോ തെന്നാരോ എന്ന് പറയുന്നുണ്ട്. താനാരോ തക തെന്നാരോ, താരാരോ തക തെന്നാരോ. നീ ആരാണ്, ഞാൻ ആരാണ്, നീയും ഞാനും ആരുമല്ല എന്ന് പറയുന്നതാണ് വേദം. നീയും ഞാനും ആരുമല്ല എന്ന് പറയുന്നത് വിവക്ഷിക്കുന്നതാണ് ആരോഗ്യം. നീയും ഞാനും ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ധർമ്മീകരിക്കുന്നതുമായ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ കടന്നു കയറുമ്പോഴാണ് നിങ്ങൾ വലിയ ഭക്തനാകുന്നത്. അത് കഴിഞ്ഞ് അവർ തെറിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് ആ ആദ്യത്തെ 2 വരികൾ ചൊല്ലിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അത്രത്തോളം മൂല്യങ്ങളുണ്ട് ചില വാക്കുകൾക്ക്. അത് ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മൾ ലാളിത്യമുണ്ടാകുന്നത്. അറിവ് എന്ന് പറയുന്നത് അഹങ്കാരത്തിനുള്ളതാണ്. സമ്പന്നത എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് അടിക്കുന്ന പണം നോട്ടുകെട്ട് മാത്രമാണ്. നമ്മുടെ ഇടയിൽ ഒരു ചിന്തകളുണ്ട്. അതായത് തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ നല്ല പാട്ടുകാരനാണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് സഹിക്കില്ല. വലിയ ഭക്തിയുള്ളവരായിരിക്കും. എങ്ങനെയുണ്ട് അവരുടെ പാട്ട് എന്ന് ചോദിച്ചാൽ ഇപ്പുറത്തെ വീട്ടുകാരൻ ഒരിക്കലും ഒരു നന്മയുള്ള ഒരു പാട്ടാണെന്ന് പറയില്ല. മറിച്ച് പറയുക എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞേക്കും.
എന്തോന്ന് പാട്ട്, അയാൾക്കൊരു 2 ലക്ഷം റുപ്യ കോപ്പറേറ്റീവ് ബാങ്കിൽ കടണ്ടെന്ന് പറയും. നല്ലത് പറയാൻ നമ്മുടെ മനസ്സ് ഒരിക്കലും തയ്യാറാവുന്ന, നല്ലത് പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഏറ്റവും വലിയ ആരോഗ്യം. ഒരു മനുഷ്യൻ്റെ നന്മ കണ്ടെത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും തിന്മകൾ സ്വകാര്യപരമായിട്ട് പറയുന്നതും അത് തിരസ്കരിക്കാൻ ആവശ്യപ്പെടുന്നതുമാണ് ഏറ്റവും വലിയ ആരോഗ്യമെന്ന് പറയുന്നത്. ആ ആരോഗ്യമാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. ആ ആരോഗ്യത്തിലാണ്, ആ സമാധാനം കൊണ്ടാണ് നമുക്ക് ദീർഘായുസ് ഉണ്ടാകുന്നത്. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. ആ പോസിറ്റീവ് ഹെൽത്താണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ കഴുകിക്കളയുന്നത് ജപങ്ങളിലൂടെയാണ്. ആ ജപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ജീർണതകളെ ഇല്ലാതാക്കുന്നതാണ്, നല്ല മനുഷ്യനായി മാറാനുള്ളതാണ്. നല്ല മനുഷ്യരിൽ ഇതൊക്കെ ഉണ്ടാകും. നല്ല മനുഷ്യർ വ്യായാമം ചെയ്താലും കേവലം മനസ്സ് ശുദ്ധമല്ലാതെ വ്യായാമം ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? നമ്മുടെ മനസ്സ് റെക്ടിഫൈ ചെയ്യുക, പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണോ? കരം പിടിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും വരാങ്കി ശൈശവത്തിലും തഥൈവ യൗവനത്തിലും പരം നിനക്കുറങ്ങുവാൻ മൃദൂപധാനമോർക്ക മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. അങ്ങനെ ശ്രീരാമന്റെ ഒരു ഇതുണ്ട്, സീതയോട് പറയുന്നേ, മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തീഷ്ണമായ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാകുന്നൊരു ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ടോ? കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ ആരോഗ്യം. ഞാൻ നിങ്ങളോട് പറയാൻ ഭാവിച്ചത്, എറണാകുളത്തെ എൻ്റെ ചിന്തകളിൽ ഞാൻ അവിടെ ഇതിൻ്റെ ഏറ്റവും കർമ്മോത്സുകനായ അതിൻ്റെ ഒരു മേധാവിയുടെ വീട്ടിൽ പോയപ്പം അവർക്ക് നല്ല 2 മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികളുണ്ട്. ഒരുവൻ 12ാം ക്ലാസ്സിലും ഒരുത്തൻ 10ലുമാണ് പഠിക്കുന്നത്. ഞാൻ ആ വീട്ടിൽ പോയപ്പം ഞാൻ കുറേ നേരം ആ വീട്ടിലെ അച്ഛനും അമ്മയോട് സംസാരിച്ചു. ഒരു നിമിഷം പോലും ഈ കുട്ടികൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അവർക്ക് അവരുടെ വലിയ വിലപിടിപ്പുള്ള 2 മൊബൈൽ ഫോണുകളുണ്ട്. അവരതിങ്ങനെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഒരാളിങ്ങനെ വീട്ടിൽ വന്നതോ പോയതോ ഒന്നും ആ കുട്ടികൾ അറിയുന്നേ ഇല്ല. കുട്ടികളുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ആശയവിനിമയമുണ്ടോ? ഒരു വീട്ടിൽ ചെന്നാൽ ഒരാൾ ഒരു സ്ഥലത്ത് മൊബൈൽ ഫോൺ, വേറൊരു സ്ഥലത്ത് മൊബൈൽ ഫോൺ, ഇങ്ങനെ പോവുകയാണ്. മൊബൈൽ ഫോൺ മോശമാണെന്ന അഭിപ്രായം നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ പ്രപഞ്ചം സമീപകാലത്ത് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ശാസ്ത്രീയ ഉപകരണമാണ് മൊബൈൽ ഫോൺ. പക്ഷെ അത് കുടുംബ ബന്ധത്തെ പോലും തകർത്ത് കളയുന്നു, നമ്മുടെ ജീവിതത്തെ പോലും അത് നിരാകരിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛനെയും അമ്മേനെയും പോലും ഫോണിൽ വിളിക്കേണ്ട സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ മുകളിലൊരാളുണ്ടെങ്കിൽ ഫോൺ വിളിക്കുന്നു. തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അച്ഛനും അമ്മയും മക്കളും ഏട്ടനും അമ്മാവനും ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കാൻ നിങ്ങൾ ഇനി തയ്യാറായില്ല എന്ന് കൂട്ടിക്കോ. നിങ്ങളുടെ കുട്ടികളെ അവൻ എന്ത് ചെയ്താലും നിങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. ഒരു ബന്ധവുമില്ല. സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വളരെ ദയനീയ സങ്കടം കൊണ്ട് പറയാണ്. കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ടൂറിന് പോവുകയോ എല്ലാവരും അമ്പലത്തിൽ പോവുകയോ വീട്ടിലിരുന്ന് പരസ്പരം സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഇതെന്തൊരു യാന്ത്രികമാണ്. നിങ്ങൾ ഈ ബാങ്കിൽ പണം ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണോ ലക്ഷ്യം? ഒരു മകനും മകളും നമുക്കുണ്ടാകേണ്ടേ? അവരോട് സ്നേഹബന്ധം വേണ്ടേ? അവരൊരുമിച്ച് കഴിയണ്ടേ? തൻ്റെ കണ്ണുനീരിലും സുഖത്തിലും ഒക്കെ അവരുണ്ടാകണ്ടേ? ആ ആരോഗ്യം നമുക്കുണ്ടാകണ്ടേ? നമ്മളെവിടേക്കാണ് ഈ യാത്ര? ആ യാത്രയിൽ നമുക്ക് എന്തെങ്കിലും ഒരാൾ കേട്ടാൽ, നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങളൊന്ന് പോയി ഉറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, എത്ര മണിക്കൂർ തൻ്റെ ഭാര്യയായിട്ടും തൻ്റെ ഭർത്താവായിട്ടും തൻ്റെ അച്ഛനുമായിട്ടും അമ്മയായിട്ടും മക്കളായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്? രാവിലെ മുതൽ ഈ മൊബൈൽ ഫോണിൽ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ. ഒരു മകന് കൊടുക്കേണ്ട സ്ഥാനം, ഒരു മകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം, ഒരു അമ്മയ്ക്കും അച്ഛനും കൊടുക്കേണ്ട ബന്ധങ്ങൾ, ഇത് കൊടുത്തില്ലെങ്കിൽ കുടുംബം തകർന്നു പോകില്ലേ? അതുകൊണ്ട് കുടുംബ ബന്ധത്തെ ഊഷ്മമായി നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രഭാഷണങ്ങൾക്ക്, ഈ ഭക്തിയുള്ള ഈ അമ്പലങ്ങൾക്ക് ഒക്കെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാട് പോലെ വിജനമായ ഒരു ലോകത്തിൽ ജീവിക്കുന്ന യാന്ത്രിക മനുഷ്യരായി നമ്മൾക്ക് മാറില്ലേ? അങ്ങനെയുള്ളൊരു ലോകത്തിൽ നമ്മൾ ഉണ്ടാകില്ലേ? കണ്ടാൽ നക്കി തുടയ്ക്കും കുളിർ പകരും ഇടയ്ക്കൊന്നു കാണായിലുള്ളിൽ കൊണ്ടാടൽ പാടിനാൽ നിന്നലറും അരികിലെത്തുമ്പോളം മിഞ്ഞ നൽകും
ഉണ്ടാകാം 2 വർഷം മമത തുലയുമാവേഴ്ച പിന്നീടതൊന്നും വേണ്ടാതായി ആടുമാടിൻ പ്രകൃതി അനുകരിക്കുന്ന നൂറ്റാണ്ടു വന്നു. മനുഷ്യൻ അങ്ങനെ ഒരു ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ വിരോധാഭാസങ്ങളെ മാത്രം നിങ്ങൾ ജീവിതത്തിൽ കണ്ടുവരുമ്പം അതാണ് ശരി എന്ന് വിവക്ഷിക്കുമ്പോൾ ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് കാണുന്നത് പോലെ അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ച് നടക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അത് മാറ്റലാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങൾ. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത് തന്നെയാണ് പൂന്താനം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിരവധി ബിരുദങ്ങൾ എടുത്തിട്ടുണ്ട്. സത്യമാണ്, തമ്പുരാൻ പറഞ്ഞല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും അത്ര ബിരുദമെടുക്കാൻ ഈ ജന്മത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ വലിയ മനുഷ്യനാണോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുവർച്ചിത്രം എഴുതിയ കലാകാരന്മാരുണ്ട്, വിശ്വകർമാക്കൾ. അവരുടെ തൂണിൽ സരിഗമപദ നീസ സാനിദാപമഗ റീസ, ഋഷഭത്തെയും ഗാന്ധാരത്തെയും മധ്യമത്തെയും പഞ്ചമത്തെയും അങ്ങനെ ഭാഷയുടെ അത് തന്നെ ഏതെങ്കിലും ഒരു രാഗത്തിൻ്റെ ഒരു ഭാവത്തെ ഭംഗിയായി ഇങ്ങനെ ചുമരിൽ കൂട്ടിയാൽ അത് പ്രതിഫലിപ്പിക്കാമെങ്കിൽ അവൻ്റെ വിറവിൻ്റെ മുമ്പിൽ എൻ്റെ അറിവെന്താണുള്ളത്? അതൊക്കെ പോട്ടെ, കർഷക തൊഴിലാളികളുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം വെച്ച് തരുന്നവർ, നമ്മൾ പലപ്പോഴും നിരാകരിക്കുന്നവർ, ചളി കണ്ടാൽ നമ്മൾ മാറി നടക്കുന്ന നമ്മുടെ ഒരു സ്വഭാവമുണ്ടല്ലോ. അത് ഈ പാടത്ത് പണിയെടുക്കുന്ന കർഷകർ, അവരുടെ ചളി, ആ സാധുക്കൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ അവരെ ദേവന്മാരെ പോലെ നമ്മൾ കരയേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ അതല്ലേ വിദ്യാഭ്യാസം? എല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്നതല്ലേ? എല്ലാവരും കൂടിച്ചേർന്നിട്ടല്ലേ ഒരു ഇക്കോസിസ്റ്റം, ഒരു പ്രകൃതി രൂപപ്പെടുന്നത്? ആശുപത്രിയിൽ ഒരു സർജറി ചെയ്യുമ്പോൾ ഒരു ഡോക്ടർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുമോ? അത് ചെയ്യുന്ന നഴ്സുമാർ, അനസ്തറ്റിസ്റ്റ്, അവിടെ നിലം തുടയ്ക്കുന്ന മറ്റു ജീവനക്കാർ, ഇലക്ട്രിസിറ്റി പ്രദാനം ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മളെ ഒരു കർമ്മത്തെ പോസിറ്റീവായിട്ട് ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നതറിയേണ്ടതുണ്ടു നാം. അങ്ങനെയുള്ള വിശാലമായ ചിന്താതികളല്ലേ വിദ്യാഭ്യാസം? അതല്ലേ ആരോഗ്യം? അതല്ലേ ഭക്തി? അതല്ലേ മനുഷ്യൻ? ആ സങ്കല്പത്തിലൂടെ നമ്മൾ പോകണമെന്ന് പൂന്താനം പറയുമ്പോൾ നിങ്ങളത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം നമ്മളിതിങ്ങനെ പെൻഡ്രൈവിലൂടെ അങ്ങനെ കേൾക്കുക, നമ്മുടെ DNA-യിൽ അത് പകർത്താതിരിക്കുക, ജീവിതത്തിൽ അതുമായി ബന്ധമില്ലാത്തൊരു ലോകത്തിലോട്ട് ഇതിങ്ങനെ ഒരു പാട്ടായിട്ട് മാത്രം കേൾക്കേണ്ട ഒരു സംവിധാനമല്ല, ഒരു പുസ്തകമായിട്ട് മാത്രം വായിക്കേണ്ടതല്ല, മറിച്ച് ആ പുസ്തകത്തിലുള്ള മൂല്യങ്ങളെ പകർത്തുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനാകുന്നത്, നല്ല ആരോഗ്യമുള്ളവനായി മാറുന്നത്. നമ്മുടെ തലമുറയെ വാർത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യം നമുക്കുണ്ടാകുന്നത്. വസുധൈവ കുടുംബം എന്ന് ചിന്തിക്കുമ്പോൾ, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, സത്യമേവ ജയതേ എന്ന് നമ്മൾ പറയുമ്പോൾ ഒക്കെ ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന സനാതനമായ മൂല്യങ്ങളാണ്. ആ മൂല്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് സമ്പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ ആദ്യത്തെ ചുവടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പൂന്താനത്തിൻ്റെ ഈ വരികളിലൂടെ മാത്രം നിങ്ങളൊരു ദിവസം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നല്ല മനുഷ്യനാവാം, നല്ല ആരോഗ്യമുള്ളവനാവാം, നല്ല ചിന്തകളുള്ളവനാവാം. മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഭാഗവതം, അതാണ് ഉപനിഷത്ത്, അതാണ് പുരാണങ്ങൾ. അതൊരു കഥയല്ല, അത് ജീവിതത്തിൽ അതിൻ്റെ മൂല്യങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ളൊരു യാത്ര വലിയൊരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് പൂന്താനം പറഞ്ഞത്. അറിവ് കൊണ്ട്, ബിരുദങ്ങൾ കൊണ്ട് മാത്രം കാര്യമായില്ല. അത് നിങ്ങൾ അണയുന്ന ഒരു വള പോലെയോ വാച്ച് കിട്ടുന്നത് പോലെയോ ഒക്കെ ഉള്ളൂ. അതിനേക്കാൾ ഏറെ ഒരു ഇതുണ്ട്. ഒരു MA-യോ PhD-യോ IAS-ഓ IPS-ഓ ഒന്നും അല്ല മനുഷ്യൻ്റെ അറിവെന്ന് പറയുന്നത്. അതിൽ അപ്പുറമാണ്. പുല്ലിൽ നിന്നും, പൂക്കളിൽ നിന്നും, പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ നിന്നും, പ്രപഞ്ചത്തിൽ നിന്നും, അന്തരീക്ഷത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ട്, അനുഭവങ്ങളുണ്ട്. അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, നമ്മുടെ ഏത് കൊച്ചു കുട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വിദ്യാഭ്യാസം. മറിച്ചാണെങ്കിൽ അത് വിദ്യാഭ്യാസമായി. അതുകൊണ്ടൊരു മകന്, ഒരച്ഛന് നല്ലൊരു IAS നേടിയോ IPS നേടിയോ MBBS നേടിയോ ഒരു മകളെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് നല്ലൊരു മകളുണ്ടാകുക എന്നുള്ളതാണ്. നല്ല മക്കളിലാണ് ഈ ബിരുദങ്ങൾ ആഭരണങ്ങളായി നമ്മൾ അണിയിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ മികച്ച മനുഷ്യരുണ്ടാവും, മികച്ച ആരോഗ്യമുള്ള ഒരു വ്യവസ്ഥതയുണ്ടാവും. ഒരു രാഷ്ട്രം, കുടുംബങ്ങൾ ചേർന്ന ഒരു സമൂഹവും ഒരു രാഷ്ട്രവും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നല്ല രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തിൽ ഈ ചിന്തകൾ നമുക്ക് അനിവാര്യമാണ്. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. അത് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. വിദ്യ കൊണ്ട്
അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നീതോ ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്നൊരു ഗർദഭം. അതുകൊണ്ട് കുറെ ബിരുദങ്ങൾ എഴുതി വെച്ചതുകൊണ്ടൊന്നും കാര്യമായില്ല. നല്ല മനുഷ്യനായി തീരുമ്പോഴാണ് ആ വിദ്യക്ക്, ആ വിദ്യാഭ്യാസത്തിന് മൂല്യങ്ങൾ ഉണ്ടാവുന്നത്, ഒരു സമൂഹം തിരിച്ചറിയുന്നത്. അക്കാദമിക് വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്, ജോലി കിട്ടാനും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിലൂടെ വിദ്യ ആർജിക്കണം, വിജ്ഞാനം ആർജിക്കണം. അത് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഒരമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അമ്മാവനിൽ നിന്ന്, അയൽപ്പക്കക്കാരിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, സകല ചരാചരങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒന്നാണ്. ആ ചിന്തകളാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് പൂന്താനം പറഞ്ഞത്. ആ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്രദമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം. ഈ ആരോഗ്യമാണ്, ഈ ആരോഗ്യ സംരക്ഷണമാണ് നല്ല മനസ്സമാധാനത്തിനുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. അതിലേക്കുള്ള ജീവിത പ്രയാണമായിരിക്കട്ടെ നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളവിടെയുള്ള നാഥൻ, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഇവിടെ ഈ ചൈതന്യമുണ്ടല്ലോ, ഈ ചൈതന്യം പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രിമാർ ഒരു കാര്യം പറയാറുണ്ട്. എന്താ? തന്ത്രസമുച്ചയത്തിൽ അവസാനം പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രാണപ്രതിഷ്ഠയാണ് നടത്തുക. പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ബ്രാഹ്മണർ ആ പ്രതിഷ്ഠയെ നോക്കിയിട്ട് ഒരു ശ്ലോകം ചൊല്ലും. അത് മറ്റൊന്നുമല്ല, അനേക സൂര്യകോടി ചന്ദ്രശ്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം മറ്റൊന്നുമല്ല, എത്ര കാലം ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നോ, നക്ഷത്രങ്ങൾ നമ്മൾ നോക്കി ഇങ്ങനെ വിരാജിക്കുന്നു. ആ കാലം മുഴുവൻ പ്രകൃതിയിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും, സകല ജീവജാലങ്ങളുടെ ആക്രമങ്ങളിൽ നിന്നൊക്കെ ഈ നാടിനെയും നാട്ടുകാരെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ നീ ഉണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രാണനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ആ ചൈതന്യത്തോടുള്ള ദക്ഷിണ എന്ന് പറയുന്നത്, പ്രദക്ഷിണം ചെയ്യുക എന്ന് പറയുന്നത് സത്യവും ധർമ്മവും നീതിയും മാത്രം ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നതാണ്. വലം വെക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ പ്രദക്ഷിണം. അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യലിൻ്റെ പ്രാഥമിക മഹത്വം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നല്ല മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. അതിന് നിർവചനങ്ങളില്ല. കർമ്മങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ നല്ല മനുഷ്യനായി തീരുന്നത്. ഏറ്റവും നല്ല മനുഷ്യനായി തീരുന്നത് വെള്ളമില്ലാത്തവന് ശുദ്ധവെള്ളം കൊടുക്കുന്നതും, വീടില്ലാത്തവന് വീട് കെട്ടി കൊടുക്കുന്നതും, വിദ്യാഭ്യാസമില്ലാത്തവന് അത് പകർന്നു കൊടുക്കുന്നതും ഒക്കെയല്ലേ യഥാർത്ഥത്തിലുള്ള ഭക്തി. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ എല്ലാവരും സുഖമായി ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ യഥാർത്ഥത്തിലുള്ള ഭക്തി. അതല്ലേ യഥാർത്ഥത്തിലുള്ള ആരോഗ്യം. നമ്മളെല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭക്തി. ആ ഭക്തിയിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്. അങ്ങനെയായാൽ നല്ല മനുഷ്യനായി. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കാനും നല്ല കാര്യങ്ങൾ മാത്രം കാണാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് അഥർവവേദത്തിലെ കൗനകി ശാഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെയല്ല, ഒരു 100 കൊല്ലം മുമ്പ്, 10 കൊല്ലം മുമ്പ്, അല്ല 10,000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിമാർ എഴുതി വെച്ചതാണ്. സംസ്കൃതത്തിൽ എഴുതിയതുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അതിങ്ങനെയാണ്: ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ. പറയാണ്, ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ. നല്ല കാര്യങ്ങൾ മാത്രം കർണങ്ങൾ കൊണ്ട് കേൾക്കാൻ സാധിക്കുമാറാകട്ടെ. ഭദ്രം പശ്യേമക്ഷഭിർ യജത്രാഃ. നല്ല കാര്യങ്ങൾ മാത്രം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുമാറാകട്ടെ. സ്ഥിതൈരംഗൈ സ്തുഷ്ടുവാം സസ്തനൂഭിർ വ്യശേമ ദേവഹിതം യദായുഃ. ഈ ലോകം മുഴുവൻ ഇങ്ങനെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സ്വതന്ത്രമായ ചിന്താഗതികളെയും ഒക്കെ ഇങ്ങനെ സ്വാംശീകരിക്കാൻ എല്ലാ അർത്ഥതലങ്ങളിലും ഈ ബാഹ്യപ്രകൃതികൾ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. യദായുഃ സ്വസ്തിൻ ഇന്ദ്രോ വൃദ്ധശ്രവാഃ. സ്വസ്തിൻ പൂഷ വിശ്വവേദാഃ. സ്വസ്തി നസ്തർക്ഷ്യോ അരിഷ്ടനേമിഃ. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി.
ശാ